Let's analyze the next question. The figure shows two chords drawn on either side of the diameter. What is the length of the other chord? നല്ലോണം ചോദ്യം വായിക്കുക, ഫിഗർ ഒന്ന് നോക്കുക, എന്നിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾക്ക് ഒരു സർക്കിൾ ഉണ്ട്, ഡയമീറ്റർ വരച്ചിട്ടുണ്ട്, ഡയമീറ്ററിന്റെ രണ്ടറ്റത്തുനിന്ന് ഒരു കോമൺ പോയിന്റിൽ നിന്ന് രണ്ട് കോഡ്സ് വരച്ചിട്ടുണ്ട്. പിന്നെ ആ രണ്ട് കോഡ്സും ഡയമീറ്റർ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ലെങ്ത് ഓഫ് അതർ കോഡ്. അതർ കോഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അതാണല്ലോ. അപ്പം നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൂഫ് തുടങ്ങുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒരു ഫിഗർ വരയ്ക്കുന്നു, കൃത്യമായിട്ട് പേരുകൾ കൊടുക്കുന്നു, എന്നിട്ട് ബാക്കി ചെയ്യുന്നു. അപ്പം ഇതൊരു കോമൺ പോയിന്റ് ആണ്, നമുക്ക് കയറി എ എന്ന് വിളിക്കാം. ഡയമീറ്ററും തന്നിട്ടുള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് കയറി എ ഡി, ഇതിനെ സി എന്ന് എടുക്കുക, ഇതിനെ ബി എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇതും 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 3 സെന്റിമീറ്റർ ആണ് നമുക്കറിയാം ഈ ലെങ്ത്, ഇത് നമുക്ക് അറിയില്ല. ഇനി ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പം എന്താ കണ്ടുപിടിക്കണ്ടേ? എ സി കണ്ടുപിടിക്കണം അല്ലേ? എ ബി തന്നിട്ടുണ്ട്, രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, എ സി കണ്ടുപിടിക്കണം. ഇനി അതെങ്ങനെ ചെയ്യാം? നമ്മൾ എല്ലാ കണക്കിലും ചെയ്ത പോലെ തന്നെ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു, ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് കാണിക്കുന്നു, പ്രൂഫ് മുന്നോട്ട് പോകുന്നു. അങ്ങനല്ലേ? അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ എങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്? വെറുതെ ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ പോരാ, എ സി കണ്ടുപിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എ സി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ട്രയാങ്കിൾ ചൂസ് ചെയ്യാൻ. ഈ ഒരു ഫിഗറിൽ ഒരു കുറവുണ്ട്, എന്താന്ന് പറയാം? സെന്ററിന്റെ കുറവുണ്ട് അല്ലേ? അപ്പം നമുക്ക് ആദ്യം തന്ന കാര്യങ്ങൾ എഴുതാം. ഇൻ ദ ഫിഗർ എ ഡി ഇസ് ദ ഡയമീറ്റർ, എ ബി ഈക്വൽ ടു 3 സെന്റിമീറ്റർ വിച്ച് ഇസ് ഗിവൺ. അടുത്തത് ഒരു ചെറിയ കൺസ്ട്രക്ഷൻ വരുത്തണം, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. എങ്ങനെയാ വരയ്ക്കണ്ടേ? സിയും ഡിയും ബിയും ഡിയും തമ്മിൽ ജോയിൻ ചെയ്താൽ മതിയോ? അങ്ങനെ ജോയിൻ ചെയ്ത വല്ല ഗുണമുണ്ടോ? എ ഡി കോമൺ സൈഡാന്ന് പറയാം, അല്ലാതെ വേറെ എന്തെങ്കിലും സൈഡിനെ കുറിച്ച് നമുക്കറിയാവോ? ഇല്ല. അപ്പം അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ നമുക്കൊരു സെന്ററിന്റെ കുറവുള്ളത് കൊണ്ടും അതുകൂടെ കിട്ടിയാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ സെന്ററിലേക്ക് എത്തും? നമുക്ക് ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം. ഡ്രോ പി ഒ. നിങ്ങൾ ഈ ഫിഗർ നോക്കും, പി ഒ ഒന്നുമില്ല. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി എന്ന് പറഞ്ഞ ആരാ? ഈ സർക്കിളിന്റെ കോഡം. അപ്പൊ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പ്രത്യേകം എന്തായിരിക്കും? സെന്ററിൽ കൂടെ ആയിരിക്കും പോവുക. അപ്പൊ നിങ്ങൾ ആദ്യം പി ഒ വരച്ചു ആണല്ലോ. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി വരയ്ക്കാം. ഇനി അതേപോലെ അടുത്ത ഏതിന്റെ വരയ്ക്കണം? എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിനെ കയറി ക്യൂ എന്ന് വിളിച്ചു. അപ്പൊ നോക്കിയേ, ഇപ്പൊ കൃത്യമായിട്ട് സെന്റർ കിട്ടിയോ? കിട്ടി. ഇതല്ലേ സെന്റർ? അറിയാലോ, കാരണം ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആയിരിക്കും സെന്റർ. ഇതാണ് എന്റെ പി, ഇതാണ് എന്റെ ക്യൂ. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് മെഷർമെന്റ് എടുത്ത് വരയ്ക്കേണ്ട. ഇത് പ്രൂഫ് ആയതുകൊണ്ട് നമ്മൾ പ്രൂഫിന് വേണ്ടി ഇങ്ങനെ വരച്ചിരിക്കുന്നു. അപ്പം ഒ പി ഒ ക്യൂ എന്ന് പറയുന്നത് ചുമ്മാ വരച്ചതല്ല, ഇത് രണ്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി ആൻഡ് എ സി ആണ്. ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാം ഉണ്ട്. എന്താ പ്രത്യേകത? എന്താ? ഒ ക്യൂ ഡിവൈഡ്സ് എ സി ഇൻറ്റു ഈക്വൽ പാർട്സ് ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി, ആൻഡ് ഒ പി ഡിവൈഡ്സ് എ ബി ഇൻറ്റു ഈക്വൽ പാർട്സ് ആൻഡ് ദിസ് ഇസ് ഓൾസോ 90 ഡിഗ്രി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാ പ്രൊസീഡ് ചെയ്യേണ്ടത്? പഴയതുപോലെ തന്നെ ട്രയാങ്കിൾ എടുക്കുന്നു, പ്രൂവ് ചെയ്ത് പോകുന്നു. ഇവിടെ ട്രയാങ്കിൾ ഏതൊക്കെ എടുക്കാൻ പോകുന്നത്? ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഓ ഇസ് സെന്റർ ഓഫ് സർക്കിളിന് കിട്ടി. എങ്ങനെ കിട്ടി? വെറുതെ കിട്ടിയതല്ല, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മൾ എടുത്തത് കൊണ്ട് നമുക്ക് കിട്ടിയത്. സോ ട്രയാങ്കിൾ എ പി ഒ എടുക്കുക, ട്രയാങ്കിൾ എ ക്യൂ എടുക്കുക. ബാക്കി എങ്ങനെ? ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് കറക്റ്റ്. ആംഗിൾ ക്യു എ ഒ, ക്യു എ ഒയും വേറെ ഏതാ? ട്രയാങ്കിൾ പി എ ഒ. ദീസ് ടു ആർ കറക്റ്റ് 30 ഡിഗ്രി ഈച്ച്. അത് തന്നിട്ടുള്ള കേസാണ്. അതേപോലെ അടുത്തത്, ഇപ്പൊ നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചതുകൊണ്ട് എന്ത് പറയാം? ആംഗിൾ എ പി ഒ ഈക്വൽ ടു ആംഗിൾ എ ക്യു ഒ ഈക്വൽ ടു 90 ഡിഗ്രി. കറക്റ്റ് അല്ലേ? റൈറ്റ് ആംഗിൾ ആണ്, 90 ഡിഗ്രി ആണ്. ഇനി അടുത്തത്, ഇപ്പൊ നോക്കിയാൽ രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് ആംഗിൾസ് ഈക്വൽ എന്ന് കിട്ടി. അപ്പൊ ഓട്ടോമാറ്റിക്കലി
മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട്? ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് മിച്ചമുള്ളത് കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ മിച്ചമുള്ള എന്തായാലും ഈക്വൽ ആയാലേ പറ്റുള്ളൂ. സോ ആംഗിൾ AOP ഈക്വൽ ടു ആംഗിൾ AOQ ഈക്വൽ ടു സെയിം ആണ്. കാരണം if two angles of a triangle are equal to two angles of another triangle, then their third angles are also equal. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ട് സൈഡ് എടുത്തു പോയില്ല? എല്ലാ കണക്കിലും നമ്മൾ 3 സൈഡ്സ് ഈക്വൽ എന്നല്ലേ കാണിച്ചു പോകുന്നു. ഇവിടെ നോക്കി അങ്ങനെ കാണിക്കാനുണ്ടോ? ഇവിടെ ആകപ്പാടെ AO കോമൺ ആണെന്ന് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. AQ അറിയത്തില്ല, AQയും APയും തമ്മിലുള്ള റിലേഷൻ അറിയത്തില്ല. OQയും OPയും ഈക്വൽ ആണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വരച്ചത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ പക്ഷേ ഈക്വൽ ആണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ട്രയാങ്കിളിന്റെ അടുത്ത കണ്ടീഷനിലേക്ക് പോയത്. അതാണ് മൂന്ന് ആംഗിൾസ് ഇപ്പൊ നമ്മൾ ഈക്വൽ ആണെന്ന് കാണിച്ചു അല്ലെ. ഇനി അതേപോലെ OA എന്ന് പറയുന്നത് എന്താ? രണ്ടിനും കോമൺ ആയിട്ട് വരുന്നൊരു സൈഡ്. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ട്രയാങ്കിൾസിൽ നിന്നും നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ 3 ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി, ഒരു കോമൺ സൈഡും ഉണ്ടെന്ന് കിട്ടി. അപ്പം നമുക്കിപ്പം ഈ രണ്ട് ട്രയാങ്കിൾസിലെ 3 ആംഗിൾസും ഈക്വൽ ആണെന്ന് കിട്ടി, ഒരു സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഈക്വൽ ട്രയാങ്കിൾസ് ആകേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാ? ഒന്നുകിൽ 3 സൈഡ്സ് ഈക്വൽ ആണെന്ന് കാണിക്കാം, അല്ലെങ്കിൽ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ ബിറ്റ്വീൻ ദം ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെന്താ, രണ്ട് ട്രയാങ്കിൾസിലെയും ഒരു സൈഡും രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കാണിച്ചാൽ പോരെ, ഒരു മൂന്നാമത്തെ കണ്ടീഷൻ. കുറേ കണ്ടീഷൻസ് ഉണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആകാൻ, ഈക്വൽ ട്രയാങ്കിൾസ് ആകാൻ. അപ്പൊ നിങ്ങൾ ആ ഒരു കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് 8ാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാങ്കിൾസ് പോയി നോക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? ഒരു സൈഡും രണ്ട് ആംഗിൾസും അല്ലേ? ഓക്കെ. സോ 1 side and 2 angles of triangle APO are equal to 1 side and 2 angles of triangle AQO. അപ്പൊ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത്? എന്നാ പറയാം? സോ ദീസ് 2 triangles are ഈക്വൽ. സോ മിച്ചമുള്ള സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ മിച്ചമുള്ള സൈഡ് എന്ന് പറയാനായിട്ട് വെറുതെ പറയാൻ പറ്റുമോ? ഇല്ല. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളെ ഈക്വൽ ആയിട്ട് വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാ? OQവും OPയും. അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ അടുത്ത ഏതാ? കറക്റ്റ് ആണ്. AQവും AP ഈക്വൽ ആയിരിക്കത്തില്ലേ? AQവും AP ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? അത് രണ്ടും മൂന്നാമത്തെ ആംഗിളിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. സോ നമുക്ക് എന്ത് പറയാം? In equal triangles, sides opposite to equal angles are equal. പക്ഷെ നമുക്കിപ്പം വേണ്ട ഏത് സൈഡാ? AC ആ വേണ്ടേ. അപ്പൊ അതുകൊണ്ട് ഏതെടുക്കുന്നതാണ് നല്ലത്? AQ ഈക്വൽ ടു AP. മറ്റേത് കറക്റ്റ് ആണ്. OQ ഈക്വൽ ടു OP കറക്റ്റ് ആണ്. ഇപ്പം നമുക്ക് കാണിക്കേണ്ടത് AC ആയതുകൊണ്ട് നമ്മൾ AP ഈക്വൽ ടു AQ എന്ന് എടുക്കുന്നു. ഇനി APയുടെ പ്രത്യേകത എന്താ? കറക്റ്റാ. AB ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞേ. APയും AB റിലേറ്റ് ചെയ്ത്. AP എന്ന് പറയുന്ന ABയുടെ ഹാഫ് ആണ്. സോ AP ഈക്വൽ ടു ഹാഫ് ഓഫ് AB. റീസൺ എന്താ? നമ്മൾ OP വരച്ചതിന്റെ പ്രത്യേകത അല്ലേ? അതായത് perpendicular from the center of a circle to a chord bisects the chord. അങ്ങനെയാണെങ്കിൽ AQവും പറഞ്ഞ എങ്ങനെയാണ്? ഹാഫ് ഓഫ് AC. ഈ രണ്ടിന്റെ റീസൺ എന്താ? perpendicular from the center of a circle to a chord bisects the chord. അതാണ് ഇതിന്റെ റീസൺ. ഇനി ഈ APയും AQയും എന്താ പ്രത്യേകത? എന്താ? ഫ്രം 1 പറഞ്ഞേ, നോക്കി പറഞ്ഞേ. ഫ്രം ഇക്വേഷൻ നമ്പർ 1 AP ഈക്വൽ ടു AQ. അതുകൊണ്ട് എന്ത് പറയാം? ഹാഫ് ABയും ഹാഫ് AC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആണല്ലോ. അപ്പൊ ABയുടെ ഹാഫും ACയുടെ ഹാഫും ഈക്വൽ ആണെങ്കിൽ ABയും AC എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? സോ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് ACയുടെ ലെങ്ത് കണ്ടുപിടിക്കാനായിരുന്നു. അപ്പൊ AC എന്തിനോട് ഈക്വൽ ആണ് കിട്ടി? ABയോട്. AB എത്രയാ? 3 സെന്റിമീറ്റർ. അപ്പൊ AC എത്രയായിരിക്കും? അതും 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പം ഇതിന് മുന്നേ ചെയ്തൊരു കണക്ക് ഓർക്കുന്നുണ്ടോ? അവിടെ ഈക്വൽ കോഡ്സ് തന്നിട്ട് ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾസ് രണ്ട് ഈക്വൽ ആണ് കിട്ടി. ഇവിടെ തിരിച്ച് ഈക്വൽ ആംഗിൾസ് തന്നു, എന്നിട്ട് കോഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഈക്വൽ കോഡ്സും കിട്ടി. സോ മറ്റേ കണക്ക് ഈ കണക്കും റിലേറ്റഡ് ആണ്. അപ്പൊ ഒന്നറിയെങ്കിൽ മറ്റേ ചെയ്യാം. അപ്പം കണക്കുകൾ റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന എപ്പോഴും നല്ലതാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് 3 സെന്റിമീറ്റർ. സോ ലെങ്ത് ഓഫ് ദ അതർ കോഡ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഇതാണ്
നമ്മുടെ ഫൈനൽ ആൻസർ. Homework question for you. All of you write it down and do it by yourself. So all the questions that we have discussed in this class are very important. So practice it well and then do the homework question. Let's meet in the next class. Thank you.